എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. പ്രസ് ഓൺ ടു പെർഫെക്ഷൻ. ആത്മീയ തികവിലേക്ക് മുന്നേറുക എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്, സംസാരിക്കുകയാണ്. ഒക്ടോബർ മാസം അതാഴമായ രൂപാന്തരത്തിന്റെ ഒരു മാസമായി ഒരു ഡിക്ലറേഷൻ റിലീസ് ചെയ്തു. പച്ചപ്പുഴു ഒരു വലിയ രൂപാന്തരത്തിലൂടെ ഒരു മനോഹരമായ ചിത്രശലഭമായി മാറുന്നത് പോലെ a deep transformation, ആഴമായ രൂപാന്തരം. ഫിലേമോന്റെയും ഒനേസിമസിന്റെ ജീവിതത്തിൽ നിന്ന് നാം ചിന്തിച്ചു, നാം പഠിച്ചു. ഒനേസിമസ് കള്ളനായിരുന്നു, മോഷ്ടിച്ചവനായിരുന്നു, ഓടിപ്പോയവന്. പക്ഷെ അവന്റെ ജീവിതത്തിൽ അവൻ യേശുവിനെ കണ്ടുമുട്ടി. കള്ളനായി ആരംഭിച്ചുവെങ്കിലും എഫെസസ് പട്ടണത്തിലെയും എഫെസസ് ദൈവസഭയിലെയും അവിടുത്തെ സീനിയർ പാസ്റ്ററായി ബിഷപ്പായി മാറിയ ഒരു ദൈവപ്രവൃത്തിയാണ്. നവംബർ മാസം ആത്മീയ തകവിലേക്ക്, ആത്മീയ പക്വതയിലേക്ക്, ആത്മീയ പരിപൂർണതയിലേക്ക് നമ്മെ ദൈവം കാണുവാൻ, മുന്നേറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. Wherefore, leaving the doctrine of the first principles of Christ, let us press on unto perfection, not laying again a foundation of repentance from dead works and of faith towards God. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി, ഇങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. പൗലോസ് അപ്പോസ്തലൻ എബ്രായ സഭാമക്കളോട് താൻ നിർദ്ദേശിക്കുകയാണ്, താൻ അവരെ ഉപദേശിക്കുകയാണ്. ക്രിസ്തുവിന്റെ ആദ്യ വചനങ്ങൾ നമ്മുടെ ഡിസൈപ്പിൾഷിപ്പ് ക്ലാസ്സുകൾ, നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലൊക്കെ നാം പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ക്രിസ്തുവിലുള്ള ആദ്യ പാഠങ്ങൾ, ദ ഫൗണ്ടേഷണൽ ABCs of our walk with God. അടിസ്ഥാനങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ട് പണിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നന്നായി അടിസ്ഥാനമിട്ട് നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തോടുള്ള വിശ്വാസം, 6 അടിസ്ഥാന തത്വങ്ങൾ, 6 foundational teachings and doctrines. പൗലോസ് അപ്പോസ്തലൻ അത് വീണ്ടും എഴുതുകയാണ്. അതെല്ലാം വീണ്ടും നന്നായി അവരെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ അപ്പോസ്തലന്റെ ഹൃദയത്തിലുള്ള ആ ആത്മഭാരം എന്താണെന്നറിയാമോ മക്കളെ? ഒത്തിരി കാലമായി, ഒത്തിരി സമയമായി, നിങ്ങൾക്ക് ഒത്തിരി പ്രായമായി. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ആദ്യ പാഠങ്ങളും അടിസ്ഥാനത്തിന്റെ ആ തലം വിട്ട് നിങ്ങൾ ക്രിസ്തുവിൽ മുമ്പോട്ട് പോകണം, വളരണം. യു മസ്റ്റ് പ്രസ് ഓൺ ടു എ ഗോൾ, ടു പെർഫെക്ഷൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? നാം ശ്രമിക്കണം. ഇംഗ്ലീഷിൽ ഉപയോഗിച്ച വാക്കാണ് യു മസ്റ്റ് പ്രസ് ഓൺ ടു പെർഫെക്ഷൻ. എബ്രായർക്ക് എഴുതിയ 5-ാം അധ്യായം therefore എന്ന് പറഞ്ഞ 6-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ ആദ്യ വചനം. അപ്പൊ അതിന്റെ അർത്ഥം ക്രിസ്തുവിലേക്ക് ഇപ്പോൾ ജനിച്ചു വീണ ശിശുക്കളല്ല, പുതിയ വിശ്വാസികളല്ല, അവർ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ ജനിച്ച വിശ്വാസികളല്ല, ഒരു മാസം മുമ്പേ ജനിച്ചതല്ല, കുറച്ച് കാലമായി കാണും. അപ്പോസ്തലൻ ഇങ്ങനെ കർശനമായി ഈ ആത്മഭാരത്തോടൊക്കെ അവരോട് സംസാരിക്കണമെങ്കിൽ, ഇടപെടണമെങ്കിൽ, ഉപദേശിക്കണമെങ്കിൽ അതിന് കാരണമുണ്ട്. 5-ാമത്തെ അധ്യായം 12-14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് ക്രിസ്തുവിന്റെ ആദ്യ വചനങ്ങൾ വിട്ട് ആ പരിപക്വതയിലേക്കും പരിപൂർണതയിലേക്കും നിങ്ങൾ പ്രവേശിക്കണം എന്ന് പറയുവാൻ കാരണം? യെസ്, സമയം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ചലിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ശിഷ്യത്വത്തിൽ പരിശീലിപ്പിച്ചെടുക്കുവാനുള്ള കാലം നോക്കിയാൽ, ഇത് അവിടെയുള്ള മൂപ്പന്മാരോട് പറയുകയല്ല, അവിടെയുള്ള ലീഡേഴ്സിനോട് പറയുന്ന ഭാഗമല്ല, എബ്രായ സഭാ വിശ്വാസികളോട്, സഭാ മക്കളോട്. നാം എത്രമാത്രം ശിഷ്യത്വത്തിൽ വളർന്നുവോ അത്രമാത്രം മറ്റ് ശിഷ്യന്മാരെ ഉളവാക്കുവാൻ നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് വളരുന്നതനുസരിച്ചല്ലേ നമുക്ക് മറ്റുള്ളവരെ വളർത്തിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സമയവും കാലവും നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകുവാൻ സമയമായി. ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. സ്തോത്രം. സഭാമക്കളെ കുറിച്ച് പൗലോസ് ചിന്തിക്കുമ്പോൾ ഭയങ്കര സ്നേഹമാ അപ്പോസ്തലന്, ഭയങ്കര വാത്സല്യമാണ് സഭാമക്കളോട്. ഒരു സൈഡിൽ, മറു സൈഡിൽ അവരുടെ ആത്മീയാവസ്ഥ കണ്ട് താൻ ദുഃഖിക്കുകയാണ്, താൻ വേദനിക്കുകയാണ്, താൻ പ്രയാസപ്പെടുകയാണ്, താൻ ഭാരപ്പെടുകയാണ്. സമയം നോക്കിയാൽ, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട ആ കാലമായി. പക്ഷെ ഇപ്പോഴും
ക്രിസ്തുവിൻ്റെ ആദ്യ പാഠങ്ങൾ, ആദ്യ വചനങ്ങൾ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആ അവസ്ഥയായിരിക്കുന്നുവല്ലോ എന്ന് പറയുവാൻ ഇടയായി തീർന്നു. യെസ്, കട്ടിയുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. പാലത്തെ കട്ടിയുള്ള ആഹാരം നിങ്ങളെ കഴിപ്പിക്കുവാൻ, അത് നിങ്ങൾക്ക് നൽകുവാൻ, നിങ്ങൾക്ക് തരുവാൻ, അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ, അതിനെക്കുറിച്ച് ഉപദേശിക്കുവാൻ ഒന്നും കഴിയുന്നില്ല. യെസ്, നിങ്ങൾക്ക് വീണ്ടും പാലാണ് ആവശ്യമായിരിക്കുന്നത്. യെസ്, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശു അത്രേ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറയുക, സഭാമക്കളെ, കാലം ഒത്തിരിയായി മക്കളെ, പ്രായം ഒത്തിരിയായി. നിങ്ങൾ ദൈവവചനത്തിൽ നന്നായി പഠിപ്പിക്കപ്പെട്ടവരാണ്. ശിഷ്യത്വത്തിന്റെ പാഠങ്ങളിൽ നിങ്ങളെ അഭ്യസിച്ചതാണ്. ഈ ഒരു സമയം കൊണ്ട് ആ ശൈശവ പ്രായം വിട്ട്, ശിശു പ്രായം വിട്ട് ആ ഒരു പക്വത പ്രാപിക്കേണ്ട സമയമായി. പക്ഷെ എവിടെയോ നിങ്ങൾ സ്റ്റക്കായി കിടക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ഹൃദയം ചുമന്ന് അപ്പോസ്തലൻ പറയുകയാണ്, It's time for us to press on to perfection. ഇത് ഇന്നും ഇന്നലെയൊന്നല്ല, ചില ആഴ്ചകളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു സൈഡിൽ യുദ്ധവും, നാം ദൈവത്തിന്റെ യുദ്ധങ്ങളെ ചെയ്ത് വൻകോട്ടകളെ പിടിച്ചെടുക്കുവാനും ബലാത്കാരത്തോട് ദൈവരാജ്യത്തെ മുന്നേറ്റുവാനുള്ള ആ ദൂതുകൾ ദൈവം നമുക്ക് നൽകുമ്പോൾ തന്നെ അത് സാധ്യമാകണമെങ്കിൽ, ദൈവിക വാഗ്ദത്തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണമെങ്കിൽ, മറു സൈഡിൽ നാം ക്രിസ്തുവിൽ പരിപക്വതയിലേക്ക് വളരണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവായ യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, നാം മാനസാന്തരപ്പെട്ട് ആദ്യമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നാം പുതിയ സൃഷ്ടിയായി തീർന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 12-14 വാക്യം വരെ വായിക്കുമ്പോൾ, അവനെ വിശ്വസിച്ച് അവന്റെ നാമത്തെ കൈക്കൊണ്ട് ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ആരായി തീർന്നു. നമ്മുടെ പദവി മാറി, നമ്മുടെ പൊസിഷൻ മാറി. അവിശ്വാസികളും അന്യരും മർദ്ദലികളുമായ പാപികളായ നമ്മൾ ആരായി തീർന്നു. നാം മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ നാം സ്വീകരിച്ചപ്പോൾ, വിശ്വസിച്ചപ്പോൾ നാം ദൈവത്തിന്റെ മക്കളായി തീർന്നു. ദൈവത്തിന്റെ മക്കളായി തീർന്നെങ്കിലും ആത്മീയ പക്വത അനുസരിച്ച് നാം ശിശുക്കളാണ്, നാം പാല് കുടിക്കുന്നവരാണ്. അവിടെ ദൈവവചനത്തിന്റെ പാൽ, കട്ടിയുള്ള ആഹാരം കഴിക്കുവാൻ അത് ദഹിക്കുകയില്ല. പാലെന്ന് പറയുമ്പോൾ ദൈവവചനത്തിന്റെ ആദ്യ പാഠങ്ങൾ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ കരുതുന്നു, ദൈവം നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നു, ദൈവം നമ്മെ ആശ്വസിക്കുന്നു, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. യേശു നമ്മുടെ ദാതാവാണ്. നമ്മൾ പാപത്തിൽ വീഴുമ്പോൾ സാരമില്ല, നമുക്ക് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, എന്റെ പാപം ക്ഷമിച്ചതിനായി, എന്നെ സ്നേഹിക്കുന്നതിനായി, എന്നെ അങ്ങയുടെ പുത്രനാക്കിയതിനായി. ആമേൻ. ഹല്ലേലൂയ. ആദ്യ പാഠങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കട്ടിയായിട്ടുള്ള മീറ്റ് കൊടുക്കുവാൻ പറ്റുമോ? മാംസം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് പാലേ പറ്റുകയുള്ളൂ. അവരുടെ പ്രായം അനുസരിച്ച് അതിനോട് നാം കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യും? കുറച്ചും കൂടെ കട്ടിയായി പാലിൽ നിന്ന് സെമി സോളിഡ് ആയിട്ട് കുറുക്ക് കൊടുക്കാൻ തുടങ്ങും. കുറുക്ക് അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ അവരെ പരിശീലിപ്പിച്ചെടുക്കും. അപ്പോൾ ഒരു ആത്മീയ വളർച്ചയുണ്ട്. ആ കരമുയർത്തി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. നമ്മൾ പുതുതായി ക്രിസ്തുവിനെ അറിഞ്ഞവരാണെങ്കിൽ അതെ, നമ്മൾ ആ പ്രക്രിയയിലൂടെ പോകണം. പക്ഷെ കർത്താവിനെ അറിഞ്ഞ് കുറച്ച് കാലമായെങ്കിൽ, സമയമായെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അവരിൽ കേന്ദ്രിതമാണ്. എൻ്റെ സന്തോഷം, എൻ്റെ വിഷമം, എൻ്റെ പ്രയാസം, എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം. തെറ്റല്ല. വിശക്കുമ്പോൾ കരയും, ആവശ്യമുള്ളപ്പോൾ അങ്ങോട്ട് ഓടിപ്പോകും. എല്ലാം അവരെ കേന്ദ്രിതമായിട്ടുള്ള. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആദ്യ പാഠങ്ങൾ അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ ആ ലെവലിൽ നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വിഷമം, നമ്മുടെ ദുഃഖം. പാല് കുടിക്കുന്നവരെല്ലാം ശിശുക്കളാണ്. കട്ടിയുള്ള മാംസം കഴിക്കുവാൻ നിങ്ങൾ കഴിവുള്ളവരല്ല. 14-ാമത്തെ വാക്യം, കട്ടിയുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ ശിശു എന്ന് പറയുമ്പോൾ നീപ്പിയോസ്, ഗ്രീക്ക് പദത്തിൽ നീപ്പിയോസ്, കരയുന്ന, എപ്പോഴും വിഷമിക്കുന്ന, ദുഃഖിക്കുന്ന, സ്വയമായി കഴിക്കുവാൻ കഴിയാത്ത, പ്രാപ്തിയില്ലാത്ത, സ്വയമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത, പാപത്തിൽ വീഴുന്നു, വിഷമിക്കുന്നു, ക്ഷമയോദിക്കുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും ക്ഷമ സ്വീകരിക്കുന്നു, വീണ്ടും സന്തോഷിക്കുന്നു, വീണ്ടും പാപത്തിൽ വീഴുന്നു. ആ സൈക്കിളിൽ നമ്മളങ്ങ് കറങ്ങുകയാണ്. നമ്മൾ ഒത്തിരി ദൂരം പോയിട്ടില്ല. പക്ഷെ കട്ടിയുള്ള ആഹാരം, മാംസം. ഹല്ലേലൂയ. ബേബ് അല്ലെങ്കിൽ ഇൻഫന്റ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നീപ്പിയോസ്,
പക്ഷെ ദൈവത്തിന്റെ ഹൃദയം എന്താണ്? പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്? എന്തിനാണ് ദൈവത്തിന്റെ ശുശ്രൂഷന്മാരെ, അപ്പോസ്തലന്മാരെ, 5 ശുശ്രൂഷന്മാരെ, പാസ്റ്റർമാരെ ദൈവം നിയോഗിച്ചിരിക്കുന്നത്? ഈ ശിശുക്കളായിരിക്കുന്ന ആത്മീയ അനുഭവത്തിൽ നിന്ന് അവരെ ആത്മീയ പക്വതയിലേക്കും പരിപൂർണതയിലേക്ക് കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. ഇന്നത്തെ പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ നീപിയോസ് എനി ലോങ്ങർ. ഒരു ശിശുവായി ജീവിക്കുവാൻ, തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ വാണ്ട് ടു മൂവ് ഇൻടു മെച്യൂരിറ്റി. പ്രസ് ഓൺ ടു പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മീയ മെച്യൂരിറ്റി, പ്രസ്സിംഗ് ഓൺ ടു മെച്യൂരിറ്റി, ഗോയിങ് ഫോർവേഡ് ഇൻടു മെച്യൂരിറ്റി. മെച്യൂർ എന്ന് പറഞ്ഞ ആ വാക്ക് ഫുൾ ഏജ്, ടീലിയോസ് എന്ന് പറഞ്ഞൊരു പദമാണ്. ടീലിയോസ് എന്ന് പറഞ്ഞാൽ പക്വത പ്രാപിച്ച്, കാര്യമായ അപൂർണതകൾ ഇല്ലാതെ ആ തികവിലേക്ക് വന്ന്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞ വാക്കാണ് വീണ്ടും 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 തിരുവെഴുത്തുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 34 തൊട്ടൊന്ന് വായിക്കാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ഗിരിപ്രഭാഷണമാണ്. അവിടെ കർത്താവ്, ഈ ദൈവം ആരാണ്? ഈ രാജാവ് ആരാണ്? ഈ രാജാവിന്റെ സൗന്ദര്യം എന്താണ്? ഈ രാജാവിന്റെ സ്വഭാവം എന്താണ്? ഈ രാജാവിന്റെ കൾച്ചർ എന്താണ്? മാത്യു ചാപ്റ്റർ 5:7. ആത്മാവിൽ ദരിദ്രരായവർ അവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ രാജ്യം. Blessed are the poor in the spirit, for theirs is the kingdom of heaven. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. 5-ാം അധ്യായം 38-ാമത്തെ വാക്യം വായിക്കാം. 38. യെസ്. കണ്ണിന് പകരം കണ്ണും, കണ്ണിന് പകരം കണ്ണും, പല്ലിന് പകരം പല്ലുമെന്ന് പഴയ നിയമത്തിലെ നിയമങ്ങളായിരുന്നു. ആരെങ്കിലും നിങ്ങളോട് ദ്വേഷിച്ചാൽ, അടിച്ചാൽ, വിഷയമുണ്ടാക്കിയാൽ, പ്രശ്നമുണ്ടാക്കിയാൽ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും പഴയ നിയമത്തിലെ പ്രമാണങ്ങളാണ്, കമാൻഡ്മെന്റുകളാണ്. യെസ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, യേശു പറയും, ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, ദുഷ്ടനോട് നിങ്ങൾ എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവനെ നിന്റെ പുതപ്പ് വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ. 43-ാമത്തെ വാക്യത്തിൽ ദൈവരാജ്യത്തിന്റെ സംസ്കാരം, ദൈവത്തിന്റെ സൗന്ദര്യം എന്താണ്? വാട്ട്സ് ദ ബ്യൂട്ടി ഓഫ് ഗോഡ്? ഏറ്റവും കൂടുതൽ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്വർഗീയ സിംഹാസനത്തിലേക്ക് നാം കയറിയാൽ അവിടെ ദൈവം സ്നേഹിക്കുന്നവനാണ്. God is love, God is love, God is love. God is good, God is good, God is good. God is faithful, God is faithful, God is faithful. ഇതെല്ലാം ദൈവത്തിന്റെ സ്വഭാവമാണെങ്കിലും ദൈവത്തിന്റെ ബ്യൂട്ടി എന്താണ്? ദൈവത്തിന്റെ സൗന്ദര്യം എന്താണ്? വാട്ട്സ് ദ ബ്യൂട്ടി? ഹോളിനെസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഗോഡ്. വിശുദ്ധിയാണ് ദൈവത്തിന്റെ സൗന്ദര്യം. അതാണ് ദൈവത്തിന്റെ അലങ്കാരം. തന്റെ മണവാട്ടിയിൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ തന്റെ പരിശുദ്ധാത്മാവിനാൽ കറയും വാട്ടവും ചുളുക്കമില്ലാത്ത, തനിക്ക് മുമ്പാകെ നിർത്തുവാൻ കഴിയുന്ന, തേജസ്സോട് നിർത്തുവാൻ കഴിയുന്ന ഒരു വിശുദ്ധ മണവാട്ടി, ഹോളി ബ്രൈഡ്. അപ്പോൾ നാം പക്വതയിലേക്ക്, ക്രിസ്തുവിനെ ആദ്യ പാഠങ്ങൾ വിട്ട്, നമ്മുടെ വിഷയങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ആ തലം വിട്ട്, അതെ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വേണം, ദൈവത്തിന്റെ നന്മ, അതെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണ്. പക്ഷെ നാം പക്വതയിലേക്ക് വരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറി, നമ്മുടെ ചിന്ത മാറി. പിന്നെ നമ്മുടെ വിഷയങ്ങളും ആവശ്യങ്ങൾക്ക് അപ്പുറമായി ഞാൻ ദൈവത്തിന്റെ മകനാണല്ലോ, മകളാണല്ലോ, ഞാൻ ദൈവത്തിന്റെ മണവാട്ടിയാണല്ലോ, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്താൽ, ഞാൻ ദൈവത്തിന്റെ ഹൃദയത്താൽ, ഞാൻ ദൈവത്തിന്റെ ആഗ്രഹത്താൽ, ഞാൻ ദൈവത്തിന്റെ വഴികളാൽ ഞാൻ പിടിക്കപ്പെടുകയാണ്. I am awakened to the will of God. ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ച്. ഓ ഹല്ലേലൂയ. 5-ാം അധ്യായം 43-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പഴയ നിയമത്തിൽ മനുഷ്യർ പാപത്തിലാ. മനുഷ്യനായ ആദാം അവ ദമ്പതികൾ അവർ പാപം ചെയ്തു. ആദ്യത്തിന്റെ അപ്പന്റെയും അമ്മയുടെയും വീട്ടിൽ തന്നെ കലഹമുണ്ടായി, വഴക്കുണ്ടായി. കായനും ആബേലും തമ്മിൽ വഴക്കുണ്ടാക്കി. ദേശം വന്ന് മൂത്തവൻ ഇളയവനെ കൊന്നുകളഞ്ഞു. പകയും വിദ്വേഷവും പാപത്തിന്റെ ക്രൂരമായിരിക്കുന്ന പൈശാചിക സ്വാധീനങ്ങൾ മനുഷ്യകുലത്തെ പിടിച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം വിശുദ്ധനായ ദൈവമാണ്, ദൈവം നീതിമാനായ ദൈവമാണ്, നന്മയുടെ ഉറവിടമാണ്. സ്വർഗത്തിന്റെ സംസ്കാരം ഇതാണ്. 10 കൽപ്പനകൾ മോശയിലൂടെ കൊടുത്തു. പിന്നെ 600-ൽ പരം കൽപ്പനകൾ മനുഷ്യരെ ഒന്ന് പിടിച്ചു നിർത്തുവാൻ ദൈവം എങ്ങനെയാണ്, ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്, ദൈവത്തിന്റെ നേച്ചർ എങ്ങനെയാണ്, ദൈവത്തിന്റെ ആഗ്രഹം എങ്ങനെയാണ്. ദൈവം ഇതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ദൈവം ഇതാണ് ഇച്ഛിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ഇതാണ്. അതുകൊണ്ട് പക്വത പ്രാപിച്ച ദൈവത്തിന്റെ പുത്രൻ പ്രാർത്ഥിക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിൽ നടക്കുന്നത് പോലെ. ആ പരിപക്വതയിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്ത എന്താണ്, കാഴ്ചപ്പാട് എന്താണ്, ഹൃദയം എന്താണ്? തന്റെ സ്വയ ഹിതമല്ല, സെൽഫ് വിൽ അല്ല.
He's always concerned about the will of God. ദൈവമേ, അങ്ങയുടെ ഹിതം എന്താ? അങ്ങ് എന്താ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? എന്റെ ഭാര്യ എന്ത് ചെയ്താലും അതെനിക്ക് വിഷയമല്ല, അത് രണ്ടാമത്തെ വിഷയമാണ്. എന്റെ സഹോദരന്മാർ എന്നോട് എന്ത് ചെയ്താലും എന്നെ കുറിച്ച് അങ്ങയുടെ ഇഷ്ടം എന്താ? സമൂഹത്തിൽ മൊത്തം ആൾക്കാർ കള്ളത്തരം കാണിക്കുക, എല്ലാരും മോഷ്ടിക്കുക, അതെനിക്ക് ബാധകമല്ല. ഞാൻ അങ്ങയെ തിരിച്ചറിഞ്ഞു. ഞാൻ അങ്ങയുടെ ഹിതം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങയുടെ ഇഷ്ടം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ വെളിച്ചവും വെളിപ്പാടുകളും എനിക്ക് എന്ത് നന്മ കിട്ടും, എനിക്ക് എന്ത് ഉയർച്ച കിട്ടും, എനിക്ക് എന്ത് മാന്യത കിട്ടും, എനിക്ക് എന്ത് ലഭിക്കും എന്നുള്ളതിന് ഉപരിയായി കർത്താവേ, അങ്ങയുടെ ഹിതം എന്നിൽ, ക്രിസ്തുവിൻ സ്വഭാവം എന്നിൽ ഞാൻ പരിപക്വത പ്രാപിച്ച ഹല്ലേലൂയ പുത്രനെ പ്രതിബിംബിക്കുന്ന ഒരു വ്യക്തിയായി, ക്രിസ്തുവിന്റെ പത്രമായി തീരുവാൻ എന്റെ ഉള്ളിൽ ഞാൻ ഞെരുങ്ങുകയാണ്. അയ്യോ, ഞാൻ അരുതാത്തത് സംസാരിച്ചു, അരുതാത്തത് ചിന്തിച്ചു, അരുതാത്തത് എന്റെ വായിൽ നിന്ന് വന്നു. അയ്യോ, എപ്പോഴും എനിക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത ആ സ്വഭാവം. God, do a work in me. ഹല്ലേലൂയ. കർത്താവ് പറയുക, 5-ാം അധ്യായം 43-ാം വാക്യം, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചേർത്ത് പിടിക്കുക. താൻ സ്നേഹിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, യെസ്, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും കൂട്ടുകാരെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്ത് നിങ്ങൾ പഴയ നിയമത്തിൽ ഹൃദയം കഠിനമാണ്, അപ്പൊ അതുകൊണ്ട് അതെങ്കിലും ചെയ്യും മക്കളെ. യെസ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, യേശു പറയുക, ഇപ്പോൾ ഒരു പുതിയ ഉടമ്പടിயின் കീഴിലാണ് നാം ദൈവത്തിന്റെ മക്കളാകുവാൻ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവിനെ, പുത്രന്റെ ആത്മാവിനെ നമ്മെ പുതിയ സൃഷ്ടികളാക്കി, ഒരു പുതിയ ഹൃദയം, ദൈവത്തിന്റെ DNA, ദൈവത്തിന്റെ ആത്മാവ് പുതിയ സൃഷ്ടിയുടെ മാത്രം ആദ്യ പാഠങ്ങളാണ്. The power of the new creation. പുതിയ സൃഷ്ടിയിൽ ദൈവം ചെയ്തെടുത്തിരിക്കുന്ന വലിയ അത്ഭുതകരമായ പ്രവൃത്തി. പന്നിയായിരിക്കുന്ന ആ സ്വഭാവത്തിന്റെ ഉടമയായ എന്റെ ഉള്ളിൽ നിന്ന് പന്നി എന്താ ചെയ്യുന്നത്? പാപം ഇഷ്ടപ്പെടും, പാപം ആസ്വദിക്കും, തെറ്റ് ചെയ്യാൻ സന്തോഷിക്കും, അതിൽ നടക്കും. ഹല്ലേലൂയ. അങ്ങനെയല്ലേ മർദ്ദലിപ്പിലും പകയിലും ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥകളിലും വാഗ്വാദത്തിലും നമുക്കതേ കഴിയുകയുള്ളായിരുന്നു. ന്യായപ്രമാണമൊക്കെ നമ്മളെ പിടിച്ചു വെച്ച് നമ്മൾ പാപം ചെയ്താൽ, പഴയ നിയമത്തിൽ ആട്ടുകൊറ്റന്മാരുടെ രക്തം കൊണ്ട് നമുക്ക് ദൈവത്തിന് മുമ്പ് ആകെ ഒന്ന് നിൽക്കാൻ ഒരു യോഗ്യതയ്ക്ക് വേണ്ടി. പക്ഷെ പുതിയ നിയമത്തിൽ ദൈവം എന്താ ചെയ്തത്? നമ്മുടെ ആത്മാവിലും വലിയൊരു ദൈവപ്രവൃത്തി ചെയ്തു. ഒരു പുതിയ ഹൃദയം, ദൈവത്തിന്റെ സ്വഭാവമുള്ള, സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ സ്വഭാവമുള്ള a new heart, a new spirit. നമ്മുടെ ഉള്ളിൽ പുതിയൊരു ആത്മാവിനെ, ആ പുതിയ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവിനെയും കൂടെ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു വസിക്കുന്ന, ദൈവം വസിക്കുന്ന കൂടാരങ്ങളാക്കി ദൈവം നമ്മളെ തീർത്തു. അതുകൊണ്ട് യേശു പറയുകയാണ്, പഴയ നിയമത്തെ കൂട്ടുകാരനെ നീ സ്നേഹിക്കണം, ശത്രുക്കളെ വെറുക്കണം. യെസ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, യേശു പറയും, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. നിങ്ങളുടെ ശത്രുക്കളെ. ക്രിസ്തുവിന്റെ ആദ്യ പാഠങ്ങളിൽ കിടക്കുന്നവർക്ക് ഇത് സ്നേഹിക്കുമോ? നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കുന്നവരെ തന്നെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല, പിന്നെ എങ്ങനെ നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കും? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, ഈ ദൈവരാജ്യത്തിന്റെ പ്രമാണമാ, നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ, സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരാകേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും, അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ല. ചുങ്കക്കാരും സാധാരണക്കാരും അങ്ങനല്ലേ ചെയ്യുന്നത്? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ്, നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ, സഭാമക്കളെ, എന്റെ പ്രിയ മക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹൃദയം ഒന്ന് കാണണമേ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആ ഇഷ്ടമെന്ന് നമുക്കൊന്ന് തിരിച്ചറിയുവാൻ. ദൈവം സൽഗുണപൂർണനായിരിക്കുന്ന പോലെ, സൽഗുണപൂർണ്ണ എന്ന് പറഞ്ഞ സർവ്വ നല്ല ഗുണങ്ങളുടെയും ഉടമ, പെർഫെക്റ്റ് ആണ്. ആ കരമൊന്ന് ഉയർത്തി പറയാം, എന്റെ അപ്പ പെർഫെക്റ്റ് ആണ്, എന്റെ ദൈവം പെർഫെക്റ്റ് ആണ്, സ്വർഗീയ പിതാവ് പെർഫെക്റ്റ് ആണ്. ആ സ്വർഗീയ പിതാവിന്റെ ഒരു മകനാകുവാൻ ദൈവം എനിക്ക് പദവി വന്നിരിക്കുകയാണ്. ആ പെർഫെക്ഷനിലേക്ക് ജീവിക്കുവാൻ ഇന്ന് എത്ര പേര് അങ്ങനെ ഒന്ന് പറയും? കർത്താവേ, ഹല്ലേലൂയ,
ശിശുക്കളായി. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയിൽ 3 വർഷക്കാലം അധ്വാനിച്ച ആ ദൈവസഭയെക്കുറിച്ച് സ്തോത്രം, ഒത്തിരി സന്തോഷമുണ്ട്, അഭിഷേകമുണ്ട്, കൃപാവരങ്ങളുണ്ട്, അന്യഭാഷകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ നിലവാരം, ആത്മീയ നിലവാരം വീണ്ടും അതേ ആത്മഭാരത്തോട് താൻ എഴുതുക. മക്കളെ, നിങ്ങളുടെ ഇടയിലുണ്ടായിരിക്കുന്ന വാഗ്വാദങ്ങൾ, വിള്ളലുകൾ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാസിന്റെ പക്ഷക്കാരൻ, ഞാൻ അവന്റെ പക്ഷക്കാരൻ, no, is Christ divided? ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ ആത്മീയ പക്വതയിലേക്ക്, തികവിലേക്ക് വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഗ്രൂപ്പിസം ഉണ്ടാക്കാനും, ഹല്ലേലൂയ, ഇടർച്ചകൾ ഉണ്ടാക്കാനും, no, that's not the spirit of Christ. കർത്താവേ, എനിക്ക് പക്വതയിലേക്ക് എന്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ അവരെന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ അവരെ സ്നേഹിക്കും, എന്നെ ക്ഷമിച്ചില്ലെങ്കിലും ഞാൻ അവരെ ക്ഷമിക്കും. ഹല്ലേലൂയ. അവരെന്നെ ചതിച്ചാലും ഞാൻ അവർക്ക് നന്മ ചെയ്യും. അവരെന്നെ ശകാരിച്ചാലും, അവരെന്നെ ഹല്ലേലൂയ എന്നോട് ചീത്ത പറഞ്ഞാലും ഞാൻ പഠിപ്പിക്കപ്പെടുവാൻ, വിധേയപ്പെടുവാൻ, എന്റെ അധ്യക്ഷന്മാർക്ക്, എന്റെ ദൈവദാസന്മാർക്ക് കീഴ്പ്പെടുവാൻ, ഹല്ലേലൂയ, തിരുത്തപ്പെടുവാൻ. I'm ready, God, to be disciplined, to be corrected. Hallelujah. ആ സ്ഥാനം അപ്പോസ്തലനായ പൗലോസിന് ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള വാക്കുകൾ ദൈവസഭയ്ക്ക് താൻ എഴുതിയത്. കാലം നോക്കിയാൽ നിങ്ങൾ അധ്യക്ഷന്മാർ, നിങ്ങൾ ദൈവത്തിന്റെ പക്വത പ്രാപിച്ച പുത്രന്മാരായി, ഹ്യൂയോസ് പുത്രന്മാരായി, ടീലിയോസ് ഇന്റെ ആ ആത്മീയ അനുഭവങ്ങളിൽ നിന്ന്. പക്ഷെ ഇന്നും ജഡികമായ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, സ്വഭാവങ്ങൾ, ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകൾ, ആഗ്രഹങ്ങൾ. ഓ ഹല്ലേലൂയ. ആ കരം ഒന്ന് ഉയർത്തി പറയാം. കർത്താവേ, നീ ഒരു നീപ്യോസായി തുടരുവാനല്ലപ്പാ, ഒരു പക്വത പ്രാപിച്ച നീതിയുടെ 5-ാമത്തെ അധ്യായം, എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് എങ്ങനെയാണ് പക്വത പ്രാപിക്കുവാൻ കഴിയുന്നത്? ആ പക്വതയിലേക്ക്, ആ തികവിലേക്ക്, ആ ആത്മീയ തികവിലേക്ക്, പരിപൂർണതയിലേക്ക് ദൈവം നമ്മളെവിടെ കൊണ്ടെത്തിക്കുമെന്നല്ല, ദൈവത്തിന്റെ ഭാഗം ചെയ്യും. അവിടെ നമുക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്വം? നമുക്ക് ഒന്ന് നോക്കാം. യെസ്. കട്ടിയുള്ള ആഹാരം, നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. 13-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിക്കാം. പാൽ കുടിക്കുന്നവന് എല്ലാം നീതിയുടെ വചനത്താൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ. അപ്പോൾ എന്താണ് ഒരു ശിശുവിനെയും പക്വത പ്രാപിച്ച ഒരു വ്യക്തിയെയും എന്താണ് വേർതിരിക്കുന്നത്? പൗലോസ് പറയുക, പാല് കുടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നീതിയുടെ വചനത്തിൽ അഭ്യസിപ്പിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവന് അത് അറിയത്തില്ല, അവൻ അതിൽ നടന്നിട്ടില്ല, അതിൽ തഴക്കം പ്രാപിച്ചിട്ടില്ല, അവിടെ ഹല്ലേലൂയ അവൻ മുമ്പോട്ട് പോയിട്ടില്ല, അവന്റെ ഇന്ദ്രിയങ്ങൾ അതിനോട് ചേർന്ന് വന്നിട്ടില്ല, അവൻ തഴക്കം പ്രാപിച്ചിട്ടില്ല, അവൻ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് തിന്മയെ വിട്ട് നന്മയിൽ പിടിക്കുവാൻ, അല്ലെങ്കിൽ അത് ചെയ്യുവാൻ അവൻ വളർന്നിട്ടില്ല. ഹല്ലേലൂയ. An amplified version, Hebrews chapter 5 verse 12. For everyone who continues to feed on milk is obviously inexperienced and unskilled in the doctrine of righteousness, of conformity to the divine will in purpose, thought and action. For he is a mere infant, not able to talk. നീതിയുടെ വചനത്തിൽ അവൻ അഭ്യസിപ്പിക്കപ്പെട്ടില്ല. നമുക്കറിയാം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവം നമ്മളെ നീതീകരിച്ചു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 30-ാം വാക്യത്തിൽ ദൈവം ക്രിസ്തു നമ്മുടെ നീതിയായി തീർന്നു. ദൈവം നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 30-ാമത്തെ വാക്യം. But of him you are in Christ Jesus, who of God is made unto us wisdom, righteousness, sanctification and redemption. Yes. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ നാം ക്രിസ്തുവിനെ വിശ്വസിക്കും, കർത്താവിനെ വിശ്വസിക്കുമ്പോൾ പാപികളായ നമ്മൾ എന്തായിത്തീരുന്നു? നാം നീതിമാന്മാരായി തീരുന്നു. പിന്നെ ദൈവം നാം യേശുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ, മാനസാന്തരപ്പെട്ട് യേശുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ, നാം പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ ദൈവം നമ്മെ വിളിക്കുന്നത് എന്താ? രക്ഷിക്കപ്പെട്ട പാപി എന്നോ? നാം രക്ഷിക്കപ്പെട്ടു, പക്ഷെ പാപികളാണ്, നമ്മൾ ഇപ്പോഴും പാപം ചെയ്യുന്നു. അല്ല, ദൈവം നമ്മെ നീതിമാൻ. അപ്പോൾ നാം യേശു ആ കരം ഒന്ന് ഉയർത്തി പറയാം. ഞാൻ ആരാ? ദൈവത്തിന്റെ നീതി ലഭിച്ച, ധരിച്ച. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. For he hath made him to be sin for us who knew no sin, that we may be made the righteousness of God in him. Yes. പാപം അറിയാത്തവനായ യേശു
പാപമില്ലാത്തവനായ നിഷ്കളങ്കനായ യേശുവിനെ, യെസ്, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ നമ്മൾ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു പാപിയല്ല, ക്രിസ്തുവിൽ നീതിമാൻ. ഞാൻ ക്രിസ്തുവിൽ നീതിമാൻ. ആ കരം ഒന്ന് ഉയർത്തി വീശത് ഉറക്കെ പറഞ്ഞേ, Hallelujah. I'm a righteous, I'm the righteousness of God. I'm the holy one of God. Hallelujah. ഞാൻ നീതിമാനാണ്, ഞാൻ വിശുദ്ധനാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. യേശുവിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി. അപ്പോൾ പിതാവാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, സകലതും യേശുവിൽ നിറച്ചിരിക്കുന്നു. നമ്മൾ എന്തിനാ യേശുവിനെ വിളിക്കുന്നത്? ആ നാമത്തെ ഉയർത്തുന്നത് സകല നാമത്തെക്കാൾ മേലായ നാമം എന്ന് പറയുവാൻ കാരണം ദൈവത്തിന്റെ സകല സമ്പൂർണതയും സകല നന്മയും സകല ഉറവിടവും ദൈവം എന്ത് പിതാവാം ദൈവം യേശുവിൽ, for in him dwelleth, for in Christ dwelleth all the fullness of the Godhead bodily. ക്രിസ്തുവിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും സകല നന്മയും സകല മഹത്വവും സകല അനുഗ്രഹവും സകല സ്വാതന്ത്ര്യവും സകല വിടുതലും സകല ഉയർച്ചയും. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ആമേൻ. യെസ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നോക്കേ, അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ആരാണ്? ക്രിസ്തുവിൽ നാം പരിപൂർണരാണ്. നീതിയുടെ വചനത്തിലുള്ള അഭ്യാസം. അപ്പോൾ പലപ്പോഴും ഇത് രണ്ടും തിരിച്ചറിയുവാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും നാം രക്ഷിക്കപ്പെട്ട പാപികളല്ല, ദൈവം നമ്മുടെ പദവി മാറ്റി. ഒന്ന് പറഞ്ഞ പദവി മാറ്റി, നമ്മുടെ പൊസിഷൻ മാറ്റി, നമ്മുടെ സ്ഥാനം മാറ്റി. ഹല്ലേലൂയ. നീ നമ്മൾ പാപികളല്ല, മർദ്ദലികളല്ല, നാം ദൈവത്തിന്റെ മക്കളാണ്, നാം നീതിമാന്മാരാണ്, നാം വിശുദ്ധരാണ്. അവന്റെ രക്ഷയിൽ നാം പരിപൂർണരാണ്. We are complete in him. അത് നമ്മുടെ പദവിയാണ്, അത് നമ്മുടെ പൊസിഷനാണ്. അങ്ങനെ ജീവിക്കുവാനുള്ള ഒരു ദൈവത്തിന്റെ കൃപയും ദൈവ പ്രവൃത്തിയും നമ്മുടെ ആത്മാവിൽ ദൈവം ഫിറ്റ് ചെയ്തു. പരിശുദ്ധാത്മാവിനെ നമ്മെ നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ക്രിസ്തുവിൽ ജനിച്ച വ്യക്തി ഇപ്പോഴും ആരാണ്? ആത്മീയ പക്വത അനുസരിച്ച് ശിശുവാണ്, വിശുദ്ധനാണ്, പൂർണ്ണനാണ്. രക്ഷയുടെ ബന്ധത്തിൽ നീ ഒന്നും കൂട്ടിച്ചേർക്കണ്ട. ദൈവം നമ്മെ സ്വീകരിച്ചിരിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. നാം ദൈവത്തിന്റെ ഓമന മക്കളാണ്. പക്ഷെ നമ്മൾ ആരാ? ശിശുക്കളാണ്. നമുക്ക് ദൈവത്തിന് നീതി ലഭിച്ചു, നീതിമാന്മാരാണ്. പക്ഷെ നമ്മൾ ആരാണ്? നാം ശിശുക്കളാണ്. അപ്പോൾ ഈ നീതിയുടെ വചനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഭ്യസിക്കണം. ദൈവം എന്നെ നീതിമാനായി വിളിച്ചിരിക്കുന്നത്, ദൈവം എന്നെ വിശുദ്ധനായി വിളിച്ചിരിക്കുന്നത്, വെളിച്ചത്തിന് മകനായി മകളായി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പദവിക്കെത്തോണം, നമ്മുടെ വിളിക്കെത്തോണം. നമ്മൾ എന്ത് ചെയ്യണം? ആ നീതിയിൽ. പഴയ നിയമത്തിൽ 600ഓളം കൽപ്പനകൾ, മോശ നൽകിയ 10 പ്രധാന കൽപ്പനകളും 600ഓളം കൽപ്പനകൾ ഇതിന്റെ ആധാരത്തിലായിരുന്നു അവർക്ക് നീതിബോധം ഉണ്ടായിരുന്നത്. ഏത് തെറ്റ്, ഏത് ശരി. പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജഡീക അഭിലാഷങ്ങളെ നിങ്ങൾ പൂർത്തീകരിക്കുകയില്ല. If you walk in the spirit you will not fulfill the lust of the flesh. പഴയ നിയമത്തിൽ 10 കൽപ്പനകൾ, പിന്നെ കൽപ്പനകളും കൂട്ടുകയാ. അത് ചെയ്യണം, ഇത് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് ചെയ്യരുത്, ഇത് ശരി, ഇത് തെറ്റ്. നന്മ തിന്മകളെ കുറിച്ചുള്ള കുറെ പ്രമാണങ്ങൾ. പുതിയ നിയമത്തിൽ പ്രമാണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവനുണ്ട്, ദൈവത്തിന്റെ DNA ഉണ്ട്, ദൈവത്തിന്റെ സ്വഭാവമുണ്ട്. പന്നിയായിരിക്കുന്ന ആ സ്വഭാവത്തിന്റെ ഉടമയിൽ നിന്ന് ദൈവനെ കുഞ്ഞാടിന്റെ ഒരു ഹൃദയവും സ്വഭാവവും ദൈവം നമുക്ക് തന്നിരിക്കുക. പദവി തന്നു, ആ പ്രവൃത്തി നടന്നു. എങ്കിലും നമ്മൾ ശിശുക്കളാ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തീരുമാനങ്ങളിലാണ് നമ്മൾ ശിശുക്കളാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യും? മക്കളെ, അത് തൊട്ടാൽ കൈ പൊള്ളും, അത് മുള്ള, അത് തെറ്റാ, അങ്ങോട്ട് പോരുത്, അത് ക്രോസ് ചെയ്യരുത്, അത് നല്ലതല്ല. ഒരു കൊച്ചു മണ്ണ് വായിലിടുമ്പോഴത്തേക്ക് അയ്യോ, അത് നിന്റെ ശരീരത്തിന് ദോഷം ചെയ്യും. വെള്ളയായി കാണുന്ന പാലാണെന്ന് ഓടിപ്പോയി ഫിനോയിലെടുത്ത് ഫിനോയിലും കുടിക്കുക. അവന്, ആ കൊച്ചിന് മകനാണ്, വീട്ടിലാണ്. അതുകൊണ്ട് അപ്പനും അമ്മ എന്ത് ചെയ്യും? ഈ കുഞ്ഞിന്റെ പുറകെ നടക്കും. നീ ബിസ്ക്കറ്റ് ആണോ എടുത്ത് വായിടുന്നേ, അതോ കല്ലാണോ എടുത്ത് വായിടുന്നേ? ചോക്ലേറ്റ് ആണോ കഴിക്കുന്നേ, അതോ പുഴുവിനെയാണോ വായിടുന്നേ? മറ്റുള്ളവരുടെ തട്ടിപ്പറിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ശകാരിക്കും, ഗുണദോഷിക്കും, ശിക്ഷിക്കും. കൊച്ചുങ്ങളനുസരിച്ച് പ്രായം അനുസരിച്ച് എന്ത് ചെയ്യും? നമ്മളവർക്ക് ശിക്ഷണം കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെ ശിക്ഷണത്തിൽ വളരുമ്പോൾ, അങ്ങനെ അനുസരണത്തിൽ വളരുമ്പോൾ ആ കൊച്ച് ശിശുപ്രായത്തിൽ നിന്ന് അവൻ പതുക്കെ ഹല്ലേലൂയ അവൻ അഭ്യസിപ്പിക്കപ്പെടുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവന്റെ ഉള്ളിൽ തന്നെ ഒരു ബോധ്യമുണ്ട്. ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, ഇത് ദൈവത്തിന് പ്രസാദമാണോ, ഇത് ദൈവത്തിന് പ്രസാദമല്ലേ, ഇത് ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുമോ, ഇത് ദൈവത്തിന് വെറുപ്പാണോ?
വചനത്തിൽ നിന്ന് വരുന്ന ഒരു നീതിബോധം. അപ്പോൾ തന്നെ നാം ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ജീവൻ പ്രത്യക്ഷത്തിൽ വലിയ തെറ്റൊന്നുമില്ല, വലിയ വിഷയമൊന്നുമില്ല. പക്ഷെ നാം ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ സെൻസസ് എക്സസൈസ് ആകുക. ആരും നമ്മളോട് പറയുന്നില്ല തെറ്റാണെന്ന്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, അജിത്തേ, അത് അപ്പന് ഇഷ്ടമല്ല, അത് ക്രിസ്തുവിന്റെ സ്വഭാവമല്ല, നീ അങ്ങനെ നടക്കരുത്, അങ്ങനെ സംസാരിക്കരുത്, ആ മനോഭാവം വെച്ച് പുലർത്തരുത്. അപ്പോ തെറ്റും ശരിയെ കുറിച്ച്, നല്ലതും തീയതിനെ കുറിച്ച്, ഇത് സ്വയ ചിന്തയാണോ, സ്വയ ഇഷ്ടമാണോ, സ്വയ പുകഴ്ചയാണോ, സ്വയമായി അങ്ങ് പൊക്കുകയാണോ, അതോ ദൈവത്തിന്റെ ഹിതമാണോ? So you move from self-will to God's will. ഈനോക്ക് ദൈവത്തോട് കൂടെ ചേർന്ന് നടന്നു. എബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ടു. യേശു പറയുക, ഇന്ന് നിങ്ങൾ എന്റെ ദാസന്മാരായിരുന്നു, പക്ഷേ നീ ദാസന്മാരെന്ന് വിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്റെ സ്നേഹിതരാ. എനിക്ക് എന്റെ ഹൃദയം പങ്കുവെക്കണം. എന്റെ അപ്പ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിവർത്തിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയുന്ന പോലെ എനിക്ക് പക്വത പ്രാപിച്ച കുറച്ച് മക്കളെ വേണം. എന്റെ ഇഷ്ടത്തെ, എന്റെ സ്വഭാവത്തെ, എന്റെ ഗുണത്തെ ഒക്കെ വെളിപ്പെടുത്തുന്ന നീതിയുടെ വചനത്തിൽ തഴക്കം പ്രാപിച്ച, അഭ്യസിപ്പിച്ച ആരും അവരോട് പറയുന്നില്ല. പക്ഷെ അവിടെ ഉള്ളിൽ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും. നമുക്കറിയാമല്ലോ, ഒരു സ്കൂളിലേക്ക് ഒരു ടീച്ചർ കയറി വരുമ്പോൾ അവിടെ പഠിപ്പിക്കുക അല്ലേ? ആദ്യത്തെ LKG തൊട്ട് ഗുഡ് മോർണിംഗ് സർ, ടീച്ചർ ഗുഡ് മോർണിംഗ് പഠിപ്പിക്കുക, സംസ്കാരം പഠിപ്പിക്കുക, ഒരു സ്കൂളിലെ കൾച്ചർ പഠിപ്പിക്കുക. കുറച്ച് പ്രായമാകുമ്പോൾ എന്താ, നന്നായി പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അധികാരികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ തന്നെ ഇരുന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ നമുക്കത് കാണാം. അവിടെയൊക്കെ ഹല്ലേലൂയ, ആ ബോധം നഷ്ടപ്പെട്ടു, ആ ബഹുമാനം നഷ്ടപ്പെട്ടു, ആ ദൈവരാജ്യത്തിന്റെ സംസ്കാരം നഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ ശിശുക്കളെ പോലെയാണോ? അത് ശരിയല്ല, അത് ചെയ്യരുത്, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, അയ്യോ തെറ്റിപ്പോയി, അയ്യോ പറഞ്ഞുപോയി, അയ്യോ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം, അങ്ങയുടെ സ്വഭാവത്തെ, അങ്ങയുടെ ക്യാരക്ടറിനെ ഇന്ന് എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കും? കർത്താവേ, ഞാൻ നീതിമാനാണ്, വിശുദ്ധനാണ്, കല്ലായ ഹൃദയത്തെ മാറ്റി മാംസളായ ഒരു ഹൃദയത്തെ അങ്ങ് തന്നിരിക്കുന്നു. അതിനൊന്ന് കാത്തു സൂക്ഷിക്കുവാൻ, അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തോടൊന്ന് വാദിക്കുവാൻ, അങ്ങയുടെ ആത്മാവിനെ ശബ്ദം കേട്ട് അങ്ങയോടൊന്ന് ചേർന്ന് നടക്കുവാൻ. Tenderize my heart, Lord. ഇത് ജഡികമാണെന്നും, ഇത് ലൗകികമാണെന്നും, ഇത് ദൈവത്തിന് പ്രസാദമല്ലെന്നും, എന്റെ ദൈവം, എന്റെ അപ്പൻ വിശുദ്ധനാണെന്നും, ഹോളി 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 24 മണിക്കൂറും 365 ദിവസവും സിംഹാസനത്തിന് മുമ്പിൽ കേൾക്കുന്ന ആ ശബ്ദമാണ് ദൈവം. ആരാണ്? പരിശുദ്ധൻ. നമ്മൾ പക്വത പ്രാപിച്ചോ? വിശുദ്ധിക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ ആ ദാഹമുണ്ടോ? ആ കരച്ചിലുണ്ടോ? ആ ഞെരുക്കമുണ്ടോ? ഞാൻ എന്നെ കാണുമ്പോൾ ദിവസം 6-ാം അധ്യായത്തിൽ ദൈവ സാന്നിധ്യത്തിന് മുമ്പേ തന്റെ അവസ്ഥകളെ കുറിച്ച്, ജനത്തിന്റെ അവസ്ഥകൾ കാണുന്നതിന് മുമ്പേ തന്റെ അവസ്ഥകളെ കണ്ട് താൻ മാനസാന്തരപ്പെട്ട്, ദൈവമേ, ലേഖനം 1-ാം അധ്യായം അതിന്റെ 28-29 വാക്യം പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യ സഭാമക്കളോട് പറയുകയാണ്. 27 വായിക്കാം. യെസ്. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന്, ഈ മഹത്വത്തിന്റെ, ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്നതെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പാടല്ലേ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ കരമെന്ന്. ഇന്ന് ദൈവം എവിടെയാ വസിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ. എന്ന് പറയാം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. തലമുറകളായി, നൂറ്റാണ്ടുകളായി, കാലങ്ങളായി മറഞ്ഞു കിടന്ന ഈ മർമ്മത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തി. യെസ്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, നോക്കിയേ, അവനെ, ഈ യേശുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പെയാണ് കൊളോസ്യ സഭ സ്ഥാപിതമായത്. പക്ഷെ 10 വർഷങ്ങൾക്ക് ശേഷം റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് താൻ എഴുതുകയാ, മക്കളെ, ഞാൻ ഈ എഴുതുന്നത്, ഈ ലേഖനം എഴുതുന്നത് നിങ്ങളുടെ ഇടയിലുള്ള വിഷയങ്ങൾ, ഹല്ലേലൂയ, എപ്പഫ്രാസ് അവിടുത്തെ പാസ്റ്ററിനെ അറിയിച്ചു. നിങ്ങൾക്കറിയാമല്ലോ എന്റെ ഉപദേശം, എന്റെ പ്രസംഗം ക്രിസ്തുവിൽ ഏത് വ്യക്തിയെയും തികഞ്ഞവനാക്കേണ്ടതിന്
മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുക. ഒരു ശുശ്രൂഷകൻ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിയെ ശിശുപ്രായത്തിൽ നിന്ന് ആ പക്വതയിലേക്ക് കൊണ്ടുവരുവാൻ പൗലോസ് ചെയ്യുക. സ്തോത്രം. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. Him we proclaim, Him we preach, we proclaim, warning we everyone warn every man, and teaching we everyone, teach every man in all wisdom, and that we may present everyone mature in Christ. that we may present everyone perfect in Christ Jesus. അടുത്ത വാക്യം 29. For this I toil, For this I am toiling. പൗലോസ് പറയും, ഞാൻ അധ്വാനിക്കുക. എന്നിൽ Struggling. ബലത്തോട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ബലത്തിന് തക്കോണം ഞാൻ ഹല്ലേലൂയ പോരാടിക്കൊണ്ട് അധ്വാനിക്കുക. എന്തിനാ? ശിശുപ്രായത്തിൽ നിന്ന് ഈ ഹ്യൂയോസ് പുത്രന്മാരെ പുറത്തെടുക്കുവാൻ, പരിപക്വതയിലേക്ക് ജനത്തെ പുറത്തെടുക്കുവാൻ. ഈ 28 29 നമുക്ക് ചേർത്തൊന്ന് വായിക്കാം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാനാകുന്ന പൗലോസ് എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. എന്തിനാ പൗലോസേ താങ്കൾ ഇത്രയും അധ്വാനിക്കുന്നത്? താങ്കൾ ഇത്രയും ഓടുന്നത്? ദൈവം സഭകളെ നോക്കിക്കൊള്ളത്തില്ലേ? കാരാഗ്രഹത്തിലൊക്കെ സ്വസ്ഥമായി കിടന്നുറങ്ങ്. എന്തിനീ ഓട്ടം? ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുന്നു. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഒരു അപ്പോസ്തലൻ ചെയ്യേണ്ടത് അപ്പോസ്തലൻ ചെയ്യണം. ഒരു ശുശ്രൂഷകൻ ചെയ്യേണ്ടത് ചെയ്യണം. Awaken me, O God, to my calling. എന്റെ വിളിയിലേക്കും എന്റെ ഉത്തരവാദിത്തത്തിലേക്കും എന്നെ ഒന്ന് ഉണർത്തണമേ. അപ്പോൾ പൗലോസ് പറയും, ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. സകല മനുഷ്യനെയും പരിപക്വതയിലേക്ക് കൊണ്ടുവരുവാൻ, പൂർണ്ണനാക്കുവാൻ ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു, സകല ജ്ഞാനത്തോടും ഉപദേശിക്കുന്നു. എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന ആ ബലത്തോടെ ഞാൻ പോരാടി സാന്നിധ്യം ചുമന്നവന്, അഭിഷേകം ശരീരത്തിൽ നിന്ന് ഒഴുകുന്നവന്, മഹത്വം വെളിപ്പെടുത്തുന്നവന്. പക്ഷെ പൗലോസ് പറയുക, ഒരധ്വാനമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-15 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് സഭാമക്കളോടും ദൈവമക്കളോടും ശുശ്രൂഷമാരോടൊക്കെ ഇതൊക്കെ പറഞ്ഞെങ്കിലും പൗലോസിന്റെ ഹൃദയം എന്താണ്? പേഴ്സണൽ ഗോൾ എന്താണ്? വ്യക്തിപരമായ തന്റെ മുമ്പിലുള്ള ആ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ക്ലിയർ അല്ലാത്തവൻ, തനിക്ക് തന്നെ ഒരു സ്വയബോധ്യമില്ലാത്തവൻ എന്ത് ചെയ്യും? ട്രാക്ക് വിട്ടുപോകും. യെസ്, വായിക്കാം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ച് അറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നല്ല, ഞാൻ ക്രിസ്തുയേശുവിന്റെ ആരംഭമല്ല. ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ കാരാഗ്രഹത്തിൽ സഭകളെ സ്ഥാപിച്ച തന്റെ ശുശ്രൂഷകളുടെ പീക്കിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത്. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച്, എനിക്കും ദൈവം എന്നെ പിടിച്ചിരിക്കുന്ന ആ വലിയ ദൗത്യത്തിന്, ആ വലിയ ദർശനത്തിന്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ പ്ലാനും വലിയ സ്വപ്നത്തെ ഞാനും ഒന്ന് പിടിക്കാൻ പറ്റുമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഞാൻ പിന്തുടരുക എന്ന് പറഞ്ഞ് പിന്തുടരുകയാണ്. ആ ശൈശവ പ്രായത്തിൽ നിന്ന് കർത്താവിന്റെ ഹൃദയത്തിൽ ദൈവം വെച്ചിരിക്കുന്ന, പിതാവ് വെച്ചിരിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു ഗോളിലേക്ക്, ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക്, ഒരു ഓട്ടക്കാരൻ ഫിനിഷിംഗ് പോയിന്റിന്റെ ലാസ്റ്റ് ഹല്ലേലൂയ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വന്ന് സകലതും നന്നായി ചെയ്ത് സക്സസ് ഐ ഹാവ് വൺ ഇറ്റ്, ഞാൻ നേടിയെടുത്തു, ഞാൻ ചെയ്തു, ഞാൻ തികച്ചു. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. വീണ്ടും പറയും, ഞാൻ പിടിച്ചു. ഹല്ലേലൂയ. ഞാൻ അങ്ങ് പെർഫെക്റ്റ് ആയി, ഞാൻ അങ്ങ് തികഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയല്ല, ഞാനും ഹല്ലേലൂയ, ഞാനും ബന്ധപ്പെടുകയാ, ഞാനും ഓടുകയാണ്, ഞാനും ആ ലാക്കിലേക്ക്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും, ഞാൻ പിമ്പിലുള്ളത് മറന്ന്, മുമ്പിലുള്ളതിന് ആഞ്ഞം കൊണ്ട്, ഞാൻ മുമ്പിലുള്ളതിന് ആഞ്ഞം കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ആ ലാക്കിലേക്ക് ഓടുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ, ഒരു ഓട്ടക്കാരൻ ട്രാക്കിൽ ഓടി ഒരു 100 മീറ്റർ റേസ് ആണെങ്കിൽ
ഒരു 80 മീറ്റർ ഓടി 100, ഇത് ഫിനിഷിംഗ് ലൈൻ ആണെങ്കിൽ ഫിനിഷിംഗ് ലൈനിന്റെ അടുത്ത് വരികയാണ്. നമുക്കറിയാം ഫിനിഷിംഗ് ലൈൻ അടുക്കുമ്പോൾ തോറും സ്പീഡ് കുറയുകയല്ല. ഇത്രയും 80 ഓടിയല്ലോ, എന്നാൽ നീ പതുക്കെ ആയിക്കോട്ടെ എന്നല്ല. ഫിനിഷിംഗ് ലൈൻ എത്തുന്നതനുസരിച്ച് തന്റെ ശരീരത്തിലുള്ള ആ പൂർണ്ണ ബലത്തോട്, പൂർണ്ണ ശക്തിയോട്, striving and laboring with everything, hallelujah, ആ ടച്ച് പോയിന്റിലേക്ക് ആ വാക്കാണ് ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു. ഞാൻ പിമ്പിലുള്ളത് എന്നെ നിരുത്സാഹപ്പെടുത്തുന്നത്, എനിക്ക് വേദനയായി സംഭവിച്ചത്, ബർണാബാസ് എന്നെ വിട്ടുപോയത്, ദൈമാസ് ലോകത്തെ സ്റ്റേജ് മാറിപ്പോയത്, അലക്സാണ്ടർ ഉണ്ടാക്കിയ തലവേദനകൾ, എന്റെ ജീവിതത്തിൽ വന്ന കപ്പൽ ഛേദം, എന്റെ ജീവിതത്തിൽ വന്ന അടി, കല്ലേറുകൾ, തിരസ്കരണങ്ങൾ, ഞാൻ ഫിലിപ്പിയ ജയിലാകുമ്പോൾ എന്നെ പരിഹസിക്കുന്ന, എന്നെ കുറിച്ച് ദൂഷണം പറയും, ഞാൻ എല്ലാം വിട്ടുകളയുന്നു. അപ്പോൾ തന്നെ എനിക്ക് സന്തോഷിക്കുവാൻ, ആഘോഷിക്കുവാൻ കർത്താവേ ഞാൻ കൊളോസിനെ കുലുക്കി, തെസ്സലോനിക്കയിൽ ഞാൻ ചലനമുണ്ടാക്കി, ഹല്ലേലൂയ, എഫെസസിൽ ഞാൻ വൻ കാര്യങ്ങൾ ചെയ്തു. ഒന്ന് ഞാൻ ചെയ്യുന്നു, നല്ലതല്ല നമുക്ക് ഓർക്കാം, ഹല്ലേലൂയ, നല്ലതെല്ലാം ഓർക്കാം. പക്ഷെ ആ നല്ലത് ഓർത്ത് അവിടെ നിൽക്കുവാനല്ല, തിന്മകളെ ഓർത്ത് അവിടെ കുടുങ്ങി പോകുവാനല്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, one thing I do. പിൻപിലുള്ളത് മറന്നു, ഞാൻ പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി, ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. I press toward the mark for the prize of the high calling of God in Christ Jesus. Amen. Hallelujah. എന്താണ് ആ high calling? എന്താണ് ആ വിരുദ്? എന്താണ് ആ ലാക്ക്? What is that mark? What's the high calling? എന്റെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിൽ പൂർണ്ണമായി, Christ manifesting in me. Christ likeness, Christ like behavior, Christ like ക്രിസ്തുവിന്റെ സ്വഭാവം, ആ പരിപൂർണത, പരിപക്വത. കർത്താവ് എങ്ങനെ പെരുമാറും, കർത്താവ് എങ്ങനെ സംസാരിക്കും, കർത്താവ് എങ്ങനെ ചിന്തിക്കും, കർത്താവ് എങ്ങനെ ഇടപെടും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് മുട്ടുമടക്കാം. നാം ശിശുക്കളായി തുടരുമോ? നാം ആത്മീയ ശിശുക്കളായി, പാല് കുടിക്കുന്നവരായി, നമ്മുടെ വിഷയങ്ങളിൽ, ജടികമായ കാര്യങ്ങളിൽ, will we continue in our carnality, in our worldliness, in our fleshly appetites, in our fleshly pursuits? അതോ നാം പക്വത പ്രാപിച്ച പുത്രന്മാരെ പോലെ പക്വതയിലേക്ക്, പരിപൂർണതയിലേക്ക്, ദൈവ ഇഷ്ടത്താലും ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ പ്ലാനുകൾ, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ മാൻഡേറ്റ്, ദൈവത്തിന്റെ അസൈൻമെന്റുകൾ. കർത്താവിന്റെ പകൽക്കാലം ഞങ്ങളുടെ കുറവുകളെയൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു അപ്പാ, പക്വതയില്ലാത്ത അവസ്ഥകളെയൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു അപ്പാ. ഞങ്ങളോട് മനസ്സറിയണമേ, ക്ഷമിക്കണമേ. ആരമായ മാനസാന്തരത്തിനും രൂപാന്തരത്തിനും ഒക്കെ കർത്താവേ ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു അപ്പാ. ഞങ്ങളുടെ ഉത്തരവാദിത്തത്തെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവേ. ആത്മപക്വതയിലേക്ക് വളരണമെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി നീതിയുടെ വചനത്തിൽ അഭ്യസിക്കുവാൻ, അങ്ങയുടെ ഇമ്പശബ്ദം കേട്ട് അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ അതിനോട് പെട്ടെന്ന് പ്രതികരിക്കുവാൻ, കുഞ്ഞുങ്ങളെ പോലെ പ്രതികരിക്കുവാൻ, താഴുവാൻ, ക്ഷമിക്കുവാൻ, വിശ്വസിക്കുവാൻ, അനുസരിക്കുവാൻ. ഓ കർത്താവേ, ഞങ്ങളെ ഏൽപ്പിക്കണം അപ്പാ. ഞങ്ങൾക്ക് വളരണം അപ്പാ. അങ്ങ് ഞങ്ങളെ കാണുമ്പോൾ കർത്താവേ, അങ്ങയ്ക്ക് പ്രിയ മക്കളായി, ഇഷ്ടമുള്ള മക്കളായി, അങ്ങയുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന മക്കളായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അപ്പന്റെ ഇഷ്ടത്തിന് വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ പക്വത പ്രാപിച്ച പുത്രന്മാർ. തീയതിനെ വിട്ടുകളയുവാൻ, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ചേർന്ന് വരാത്തതെല്ലാം വിട്ടുകളയുവാൻ, ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ വാഗ്വാദങ്ങളും, എല്ലാ വിള്ളലുകളും, എല്ലാ ദുഷ്ടതയും, കയ്പും, വിദ്വേഷവും, പിണക്കവും, ഞങ്ങളെ അടിമപ്പെടുത്തുന്ന സകലതും കർത്താവേ വിശുദ്ധിയിൽ തികഞ്ഞവരായി, ഞങ്ങളുടെ ആത്മാവിനെയും ദേഹത്തെയും കളങ്കമാക്കുന്ന സകലത്തെയും വിട്ടുകളഞ്ഞ് വിശുദ്ധിയിൽ തികഞ്ഞു വരുവാൻ, perfecting holiness in the fear of God, ദൈവഭയത്തിൽ സകല കൺവശവും മാറ്റി വിശുദ്ധിയിൽ തികഞ്ഞു വരുവാൻ, perfecting holiness in the fear of God. ഞങ്ങളെ സഹായിക്കണം കർത്താവേ. വ്യക്തിപരമായി, കുടുംബങ്ങളായി, ദൈവസഭയായി ഞങ്ങളെ സഹായിക്കണം. പത്രോസ് അപ്പോസ്തലന്റെ വാക്കുകളെ ഞങ്ങൾ ഓർക്കുന്നു. Be holy as I am holy. തിരുവചനങ്ങളിൽ, പഴയ നിയമത്തിൽ, ലേവ്യ പുസ്തകത്തിൽ ആവർത്തിച്ച് ദൈവമേ, ഞാൻ വിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കണം. Be holy because I am holy.
ദൈവം വിശുദ്ധരായിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ മണവാട്ടി, അങ്ങയുടെ വിശുദ്ധി ഞങ്ങളുടെ സൗന്ദര്യമായി, ഞങ്ങളുടെ അലങ്കാരമായി, ഞങ്ങളുടെ മനോഹരത്വമായി അത് ധരിക്കുവാൻ, ധരിപ്പിക്കുവാൻ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. We want to perfect holiness, perfecting holiness in the fear of God. ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പാ, ആഴമായി ഞങ്ങളോട് ഇടപെടണം, ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളുടെ അവസ്ഥകൾ ഞങ്ങൾക്ക് വാസ്തവമായി കാണിച്ചു തരണം. ഞങ്ങളുടെ കുറവുകളെ കർത്താവേ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. പരിപക്വതയിലേക്കും പൂർണ്ണതയിലേക്കും ആത്മീയ തികവിലേക്കും പോകേണ്ട ആ വഴി ഞങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരണം. അതിനുവേണ്ടി ഞങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണം. We want to be well pleasing to you, God. ഞങ്ങൾക്ക് കേൾക്കണം ആ ഇമ്പശബ്ദം. ഇതാ ഇവൻ എൻ്റെ പ്രിയപുത്രൻ. This is my beloved son in whom I am well pleased. My perfected, mature son, your son in whom. ഞങ്ങളെ അങ്ങനെ ഒരു തലമുറയാക്കണമേ അപ്പാ, അങ്ങനെ ഒരു കൂട്ടമാക്കണമേ. അതിനുവേണ്ടിയുള്ള കൃപ, ജ്ഞാനം, അതിനുവേണ്ടിയുള്ള മനോഭാവങ്ങൾ, ദൈവകൃപ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.